ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ഹോളിഡേ റൊട്ടീനുമായിട്ടാണ്. അപ്പം നമുക്കറിയാം, ഒരാഴ്ചയായിട്ട് നമ്മുടെ സ്കൂളുകൾ അവധിയാണ്. അപ്പോൾ മഴ കാരണം ഓരോ ദിവസവും അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ ഒന്നും പഠിക്കാതെയൊക്കെ റിലാക്സ് ആയിട്ട് കടന്നുപോയി. പക്ഷെ പിന്നെയും അവധികൾ ഇങ്ങനെ നീളുന്നത് കൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് സമയമെങ്കിലും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ സാറ്റർഡേയ്സും ഒക്കെ ക്ലാസ് ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും കുട്ടികൾ ഭയങ്കരമായിട്ട് ബിസിയാണ്. അപ്പോൾ നമ്മൾ ഹോളിഡേയില് നമ്മൾ കുട്ടികളെ നിർബന്ധിക്കേണ്ട ഒരുപാട് നേരത്തെ എഴുന്നേക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങരുത് കേട്ടോ. മാക്സിമം ഒരു 8:30-8:30-ക്കുള്ളിൽ എല്ലാവരും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ നമുക്കറിയാം, സ്കൂളുള്ള ദിവസം എല്ലാവരും ഹറിബറിയായിട്ട് വളരെ വേഗം എന്തെങ്കിലുമൊക്കെ വാരി കഴിച്ചാലായി, കഴിച്ചില്ലേലായി, അങ്ങനെയാണ് സ്കൂളിൽ പോവുക അല്ലെ. അപ്പൊ നമ്മൾ അവധി ദിവസങ്ങളിൽ കുറച്ച് സമയം എടുത്ത് വേണമെങ്കിൽ കുറച്ച് സമയം TV ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസം തന്നെ കുളിക്കാനും ഒക്കെ എല്ലാവരും വളരെ സ്പീഡിലാണ് കുളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് അവധി ദിവസം കുറച്ച് സമയം എടുത്തൊക്കെ കുളിക്കുക കേട്ടോ. ഒരു 9:45 ആകുമ്പോൾ നിങ്ങൾ കുളിക്കാൻ പോവുക. ഗേൾസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവധി ദിവസം മാത്രമായിരിക്കും തലയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സമയം കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ തലയിൽ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം കുളിക്കുക. അപ്പോൾ ഒരു 9:30-10:00 ആകുമ്പോൾ നിങ്ങൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം പഠിക്കാനായിട്ട് ഇരിക്കുക. ഒരു 10:30 തൊട്ട് 11:30 മണി വരെ പഠിച്ചാൽ മതി. അപ്പോൾ ആ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ 10:30 to 11:30 നിങ്ങളുടെ പഠന സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 11:30 ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടാവും. അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോയി കടകളിലൊക്കെ ഒന്ന് പോയിട്ട് തിരികെ വരിക. ഒരു 12:45 ആകുമ്പോൾ ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണി വരെയൊക്കെ ഒന്ന് വിശ്രമിക്കുക. എന്നിട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് വായിക്കുക. ചില കുട്ടികൾ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരുണ്ടാകും. ഇനി ഉറക്കം വന്നില്ല എങ്കിൽ ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ബാലരമയോ ബാലഭൂമിയോ അങ്ങനെയുള്ള 5ാം ക്ലാസ്സിന് മേലേക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ബുക്സ് ഒക്കെ സ്കൂളിൽ നിന്ന് എടുക്കാൻ കിട്ടും. അതൊക്കെ ഒരു 2 മണി തൊട്ട് 4 മണി വരെ വായിക്കാം. ഇപ്പൊ ചിലപ്പോൾ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ടാവും. ഉറങ്ങിപ്പോയാലും ഉറങ്ങിപ്പോയിക്കോട്ടെ, ഉറക്കം വരുമ്പോൾ കിടന്ന് ഉറങ്ങുക. അതിനുശേഷം ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് സന്ധ്യ വരെ കിടന്ന് ഉറങ്ങരുത് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. 4 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ അമ്മ ചിലപ്പോൾ കിച്ചണിൽ ചായയോ സ്നാക്സോ ഒക്കെ ഉണ്ടാക്കുന്ന സമയമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയി അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കുക. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൂടി, വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയും സ്നാക്സ് ഒക്കെ കഴിക്കുക. ഒരു 4 മണി തൊട്ട് 5:30 വരെ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കുക. ഒരു 5:30 ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഡോർ ഗെയിംസ് കളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5:30 ആകുമ്പോൾ സാധാരണ ഇപ്പം മഴയാണ് അല്ലെ. അപ്പൊ നമുക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ക്യാരംസ്, ചെസ് അതുപോലുള്ള ഗെയിംസ് വീട്ടിലെ മുതിർന്നവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ സഹോദരങ്ങളോ ആയിട്ടൊക്കെ കളിക്കുക. അപ്പോൾ ഒരു 5:30 to 6:30 നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ പിന്നെയും വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കാതെ പതുക്കെ വെളിയിലേക്കൊന്ന് ഇറങ്ങുക. കുറച്ച് ശുദ്ധവായു ഒക്കെ ശ്വസിക്കുക. ഒരു 6:30 മുതൽ 7 മണി വരെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഒന്ന് ചുറ്റി നടക്കുക. കറക്റ്റ് 7 മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ വീട്ടിലേക്ക് കയറിയിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എത്ര സമയമാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊരു ആദ്യമേ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ 7:30 to 8:30 ആയിരിക്കും നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1 അവർ കൊണ്ട് നമുക്ക് എന്തൊക്കെ സബ്ജക്ട് പഠിച്ചു തീർക്കാമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് സ്വയം പ്ലാൻ ചെയ്യുക. പിന്നെ ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് കൃത്യമായി പഠിക്കുക തന്നെ ചെയ്യുക. അതായത് സീരിയലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടയ്ക്ക് നോക്കാൻ പോവാതിരിക്കുക. വേറെ എങ്ങോട്ടും പോവാതെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക തന്നെ ചെയ്യുക. പിന്നെ പറയാനുള്ളൊരു മറ്റൊരു കാര്യം, അവധി ദിവസങ്ങളിൽ എല്ലാവർക്കും പഠിക്കാനായിട്ടൊരു മടി ഉണ്ടാവും അല്ലെ. നമ്മുടെയൊക്കെ വിചാരം അവധി ദിവസം റിലാക്സ് ചെയ്യാനുള്ളതാണ്, ഇന്നൊന്നും പഠിപ്പിച്ചില്ലല്ലോ പിന്നെ എന്തിനാ പഠിക്കണേന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കിട്ടുന്ന സമയങ്ങളിൽ നേരത്തെ തന്നെ പഠിച്ച് തീർത്ത് വെക്കുക.
പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്ക് സേഫായിട്ട് ഈ ദിവസങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ കിട്ടുന്ന ആ സമയം നമ്മൾ പഠിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. കാരണം നമുക്കറിയാം വയനാടൊക്കെ നടന്ന ദുരന്തങ്ങൾ, കുറെ കുഞ്ഞുങ്ങൾക്ക് വീട് നഷ്ടമായി, രക്ഷിതാക്കൾ നഷ്ടമായി, അതുപോലെ തന്നെ അവരുടെ സ്കൂൾ തന്നെ ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നില്ല. അപ്പൊ നമ്മളിപ്പോൾ വീട്ടിൽ സേഫ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ആ ടഫായിട്ടുള്ള സാധനം പഠിച്ചു കഴിഞ്ഞാലോ ഇനി എനിക്ക് ഈസി ആയിട്ടുള്ളതേ പഠിക്കാനുള്ളൂ, അത് എനിക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നൊരു റിലാക്സേഷൻ കിട്ടും. അപ്പൊ ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ആദ്യം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മളൊരു 8:30 മണി വരെയൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഡിന്നറൊക്കെ കഴിക്കുക. ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് എന്തെങ്കിലും ചെറിയ സിനിമയൊക്കെ കാണുക കേട്ടോ. രാത്രി കിടക്കാൻ നേരത്ത് കാണുമ്പോൾ ഒരുപാട് ഭീകരമായ സിനിമകളൊന്നും കാണാതെ വളരെ തമാശകളൊക്കെ ഉള്ള സിനിമകൾ ഒന്ന് വീട്ടുകാരോട് ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഹോളിഡേ റൊട്ടീനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.